ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആദ്യം മുതൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും നാം എല്ലാവരോടും കൂടെ എന്നാളും ഉണ്ടായിരിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതമായ സ്വാന്തനം എന്ന ഈ നല്ല വചന കൂടാരത്തിൽ നിന്ന് കർത്താവിൻ്റെ നല്ല വചനത്തെ പ്രാർത്ഥനയോടെ കേൾക്കുന്ന ധ്യാനിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം മുന്നുമേ അറിയിക്കുന്നു. അനുഗ്രഹീതമായ വചന കൂടാരത്തിൽ കർത്താവിൻ്റെ നല്ല വചനത്തെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് ബലഹീനനായ അടിയനെ തിരഞ്ഞെടുത്ത ഈ വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഡോക്ടർ തോമസ് ആൽവാ എഡിസൺ എന്ന വലിയ ശാസ്ത്രജ്ഞനെക്കുറിച്ച് വായിക്കുവാനും മനസ്സിലാക്കുവാനും ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ തോമസ് ആൽവാ എഡിസൺ. ഏകദേശം $200 ലക്ഷം മുതൽ മുടക്കി അദ്ദേഹം ആരംഭിച്ച പരീക്ഷണശാല ഒരു ദിവസം അഗ്നിക്ക് ഇരയായിത്തീർന്നു. തോമസ് ആൽവ എഡിസന്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ച് നിരാശയുടെ വക്കീലായിത്തീരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി പിറ്റേ ദിവസം രാവിലെ പതിവ് സവാരിക്കിറങ്ങിയ എഡിസനെ കാണുവാനിടയായിത്തീർന്നു. ഒരു മുഖഭാവവും മാറ്റമില്ലാത്ത എഡിസനെ കണ്ട് ആ ജനം ചോദിച്ചു, എന്തേ എഡിസൺ ഇങ്ങനെ, എന്തേ നീ ഒന്ന് പൊട്ടിക്കരയാത്തത് എന്ന്. മറുപടിയായിട്ട് എഡിസൺ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ എല്ലാ അബദ്ധങ്ങളും യഹോവയായ ദൈവം അഗ്നിക്കിരയാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിരാശപ്പെടാതെ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇന്ന് നാം ആദരിക്കുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറുവാൻ തോമസ് ആൽവ എഡിസണിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ ആ നല്ല ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ദീപ്തമുഖമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം, നമുക്ക് ചേർന്നിങ്ങനെ പ്രാർത്ഥിക്കാം. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ജീവനുതുക ജീവദായക ജീവനാളമായെരിഞ്ഞു തീരുവാൻ. ഞങ്ങളെ അത്യന്തം സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാത്സല്യവാനായ പിതാവാം ദൈവമേ, അനുഗ്രഹീതമായ നിമിഷം അതിമനോഹരമായ വചനക്കൂടാരത്തിലായിരിക്കാൻ ദൈവമേ, നീ ഒരുക്കിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വിഷയത്തിൽ നിൻ്റെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. ഒരു മുൻവിധികളും ഞങ്ങൾക്കില്ല കർത്താവേ. ആര് പ്രസംഗിക്കുന്നു, എങ്ങനെ പ്രസംഗിക്കുന്നു, ബാധകമായ ഒരു കാര്യമല്ലല്ലോ ദൈവമേ. മറിച്ച് ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നിൻ്റെ ക്രൂസിൽ ഇറക്കി വെച്ചുകൊണ്ട് നിൻ്റെ വചനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിപ്പാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ദേശങ്ങളിൽ വ്യത്യസ്ത ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്നെ സ്തുതിക്കുന്ന എല്ലാ മക്കളെയും ഈ തരുണത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. നിൻ്റെ വചനത്താൽ നിൻ്റെ മക്കളെ നിറയ്ക്കണമേ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങൾ നിൻ്റെ കയ്യിലായിരിക്കുക കർത്താവേ. ഇന്ന് ഈ അനുഗ്രഹീത നിമിഷം ഞങ്ങൾ എന്താണോ ആക്കി തീർക്കേണ്ടത് അതിനാവശ്യമായ ദൂത് ഈ ബലഹീനയിലൂടെ കർത്താവെ നിൻ്റെ മക്കളിലേക്ക് പകരണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പ്രഘോഷിക്കുന്ന ബലഹീനനെ സമർപ്പിക്കുക കർത്താവേ. എന്തു പറയണം, എങ്ങനെ പറയണം, അടിയന് അറിവുള്ള കാര്യമല്ല ദൈവമേ. നിൻ്റെ ക്രൂശിൻ്റെ മറവിൽ നിർത്തിക്കൊണ്ട് ആവശ്യമുള്ളത് മാത്രം സംസാരിപ്പാൻ ഈ ബലഹീനൻ്റെ നാവിനെ വിനിയോഗിക്കണമേ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അവിടെ എങ്ങനെ വായിക്കുവാനിടയായി തീർന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് 2017 അനുഗ്രഹീത കാലഘട്ടത്തിലാണ്. മനഃശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, ദിസ് ഈസ് ദ ജനറേഷൻ ഓഫ് ആൻസൈറ്റി എന്നാണ് പറയുന്നത്. ആകുലതയുടെ തലമുറയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഈ വാക്കിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം വലിയൊരു ആകുലതയിൽ ഇരിക്കപ്പെടേണ്ട സമയത്താണ്
പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം ഒരു വാക്യം ഫിലിപ്പിയർക്ക് എഴുതിയത്. പശ്ചാത്തലം ഇങ്ങനെയാണ്: റോമിൻ്റെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പടയാളികളുടെ മുമ്പിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്ന നിലയിൽ വിധിയെ കാത്തിരിക്കുന്ന പൗലോസ് ശ്ലീഹ ഫിലിപ്പിയിലുള്ള വലിയ ജനത്തോട്, വിശ്വാസികളോട് പറയുന്നു, നിങ്ങൾ ഒന്നിനെ ചൊല്ലിയും ആകുലപ്പെടരുത് എന്ന്. പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലഘട്ടം ആകുലതയുടെ മുന്നോട്ട് പോവുകയാണ്. നാളെയെക്കുറിച്ചുള്ള വലിയ ടെൻഷൻ ഇന്ന് എല്ലാവരെയും ബാധിച്ചിരിക്കുകയാണ്. ബലഹീനനായി ഞങ്ങളുടെയൊക്കെ ചെറിയ കൗൺസിലിംഗ് ക്ലിനിക്കിൽ വരുന്ന കേസുകൾ പഠിച്ചാൽ 3 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ ചൊല്ലി, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ ആകുലതകൾ വല്ലാണ്ടായി മാതാപിതാക്കളെ പിടിക്കുന്നതായി കാണാൻ സാധിക്കും. ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ് ആകുലതയുടെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയപ്പെടുന്നത്. ഭയവും വേവലാതിയും ഉത്കണ്ഠയും ഇന്നെങ്ങും നിറഞ്ഞു നിൽക്കുകയാണ്. അത് മാനസികമായി നമ്മെ തകർത്തുക മാത്രമല്ല, ശാരീരികമായി രോഗങ്ങളിലേക്ക് പോലും നമ്മെ കൊണ്ടുപോകാൻ അത് ഇടയായിത്തീരുമെന്ന ബോധ്യം നമ്മെ ഭരിക്കണം. എന്താണ് ഈ ആകുലതയുടെ പുറകിലുള്ള കാര്യം? ഒറ്റ വിഷയമേ ഉള്ളൂ: വിശ്വാസമില്ലായ്മയാണ് ആകുലതയുടെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. വിശ്വാസവും ആകുലതയും ഒരു ഭാഗത്തിൽ കടന്നു പോകുമെന്ന് കരുതുവാൻ പറ്റുകയില്ല. സൂര്യൻ കടന്നു വരുമ്പോൾ ഇരുൾ മാറിപ്പോകുമെന്ന് പറയുന്നത് പോലെ, കത്തുന്ന തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ അത് കെട്ടുപോകുമെന്ന് പറയുന്നത് പോലെ, 2 ഘടകത്തിലുള്ള 2 തട്ടി നിൽക്കപ്പെടുന്ന ഘടകമാണ് ആകുലതയും വിശ്വാസവും. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ആകുലതയുണ്ട് എങ്കിൽ, നിന്റെ ജീവിതത്തിൽ നീ ഉത്കണ്ഠയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, അതിനർത്ഥമെന്ന് പറയുന്നത് നീ ഒരു വിശ്വാസിയല്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥ വിശ്വാസവും ആകുലതയും ഒന്നായി പോകുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇന്നിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നിരാശയാണ് എന്ന് വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കും. അതിന് ഭാഗമായിട്ട് ഒത്തിരിയേറെ വേദവാക്യങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരുവൻ്റെ ജീവിതത്തിൽ നിരാശ കടന്നു വന്നാൽ അവൻ്റെ ദൈവബോധം കെട്ടുപോകുമെന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാൻ ഇടയായിത്തീരണം. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം പഠിക്കുമ്പോൾ പത്രോസ് തിബരിയാസിൻ്റെ കടൽക്കരയിൽ വലയെറിയാൻ പോകുന്ന ഒരു വലിയ ഭാഗമുണ്ട്. ഒത്തിരി വട്ടം നമ്മൾ വായിച്ച് പഠിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. പത്രോസ് ശ്ലീഹായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, മുക്കുവനിൽ ശ്രേഷ്ഠനാണ്. എവിടെയുണ്ട് മീനെന്ന് വ്യക്തമായ അറിവുള്ളവനായ പത്രോസ്, കടലിൻ്റെ ഓളത്തെക്കുറിച്ച് വലിയ അറിവുള്ള പത്രോസ്, തൻ്റെ ഗുരുനാഥൻ്റെ കബറടക്കത്തിന് ശേഷം, തൻ്റെ ഗുരുനാഥൻ്റെ മരണവും കബറടക്കവും അതിനുശേഷം ആരൊക്കെയോ പുനരുത്ഥാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും 2 പ്രാവശ്യം കണ്ടിട്ടും നിരാശയിലായി പോയി തിബരിയാസിൻ്റെ കടൽക്കരയിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം വലയെറിയാൻ പോകുന്ന പത്രോസിനെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പഠിക്കുന്നുണ്ട്. എന്താണ് അവിടെ കാണുന്നത്? രാത്രി മുഴുവൻ വലയെറിയുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ഒരു പരൽമീൻ പോലും കിട്ടിയില്ലെന്ന്. ഞാൻ ഇങ്ങനെ കരുതുകയാണ്, നമ്മുടെ വീടിനടുത്തുള്ള ചെറിയൊരു തോട്ടിൽ പോലും പോയി ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു പരൽമീനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ കാണുകയാണ്, ആ കടലിൽ രാത്രി മുഴുവൻ വലയെറിഞ്ഞിട്ടും ഒരു പരൽമീൻ പോലും കിട്ടിയില്ല. തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, കർത്താവ് അവിടെ കടന്നു വരികയാണ്. അവരോട് ഇന്ന സ്ഥലത്ത് വലയെറിയാൻ പറയുന്നു. വലയെറിയുമ്പോൾ 153 തരം വലിയ മത്സ്യം കിട്ടുന്നതായിട്ട് കാണുകയാണ്. എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത്? നിനക്ക് എത്രമാത്രം കഴിവുണ്ടെങ്കിലും, നിന്റെ ജീവിതത്തിൽ എത്രമാത്രം ആസ്തിയുണ്ടെങ്കിലും, എത്രയേറെ ബാങ്ക് ബാലൻസ് നിനക്കുണ്ടെങ്കിലും, പേരിൻ്റെ അപ്പുറയും ഇപ്പുറയും എത്ര ഡിഗ്രി നീ കുത്തി നിറച്ചാലും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ നിരാശ കടന്നു വന്നാൽ നിന്റെ വെളിച്ചം കെട്ടുപോകുമെന്ന ബോധ്യം, നിന്റെ ദൈവബോധം കെട്ടുപോകുമെന്ന ബോധ്യം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരണം. പ്രസംഗിക്കുന്ന എനിക്കും കേട്ടിരിക്കുന്ന ധ്യാനിക്കുന്ന നമുക്കെല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പ്രിയമുള്ളവരെ, ഈ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ എന്താണ് നമ്മുടെ മനോഭാവമെന്ന് ഇന്ന് ഈ അല്പസമയം ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുക. നീ നിരാശപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, യു ആർ അറ്റ് എൻഡ് ഓഫ് ദ റോപ്പ് ബട്ട് യു ആർ നോട്ട് അറ്റ് എൻഡ് ഓഫ് ദ ഹോപ്പ് എന്നാണ്. ഒരുപക്ഷെ നീ കയറിൻ്റെ അറ്റത്തായിരിക്കാം. ഇന്ന് ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നീ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കാം. ഒരുപക്ഷെ നീ ഡിവോഴ്സിൻ്റെ വക്കീലായിരിക്കാം. ഒരുപക്ഷെ നീ ആത്മഹത്യക്ക് തുനിഞ്ഞിരിക്കുന്ന സമയമായിരിക്കാം. ഏത് പ്രയാസത്തിലാണെങ്കിലും അവിടെ പറയുന്നു, യു ആർ നോട്ട് അറ്റ് എൻഡ് ഓഫ് ദ ഹോപ്പ്. പ്രത്യാശയുടെ അറ്റത്തല്ല നീ, മറിച്ച് നിനക്ക് വേണ്ടി ക്രൂശിതനായി തീർന്നൊരു ക്രിസ്തുവുണ്ട് എന്നുള്ളൊരു ബോധ്യം നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരണം. അതിന് ഭാഗമായിട്ടുള്ള ഒരു വാക്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. സംഖ്യാപുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെ പറയുന്നു, അപ്പോൾ യഹോവ ജനത്തിൻ്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. പ്രിയമുള്ളവരെ, വളരെ വിശദമായി നമുക്കറിയാവുന്ന ഒരു പശ്ചാത്തലം അവിടെ കാണുന്നത്. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന്
പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് യാത്ര തിരിച്ച കഥകളൊക്കെ, അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് മനഃപ്പാടമാണ്. നമുക്കറിയാം 400 വർഷക്കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, മിസ്രൈം അടിമത്തത്തിൽ നിന്ന് അവർക്ക് ഉണർവോടുകൂടി പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് യഹോവയായ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ നടത്തുകയാണ്. 6 ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ ജനത്തെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി മിസ്രൈമിൻ്റെ റംശീഷിൽ നിന്ന് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ യാത്ര തിരിച്ച് അത് യോർദാൻ അപ്പുറമുള്ള പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് യഹോവയായ ദൈവം നടത്തിയത് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ കാടപ്പക്ഷിയെ കൊടുക്കുന്നതും മന്ന കൊടുക്കുന്നതും മരുഭൂമിയിൽ വെള്ളം കൊടുത്തെല്ലാം നടത്തിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ജനത്തിന് ഒരു വലിയ പ്രതിസന്ധി കടന്നു വരികയാണ്. അതാണ് അച്ഛൻ മുമ്പ് വായിച്ച പശ്ചാത്തലം. അവിടെ കാണുന്നു, അഗ്നിസർപ്പങ്ങളാൽ സ്വന്തം ജനത്തെ യഹോവയായ ദൈവം വധിക്കുകയാണ്. എന്താണ് അതിൻ്റെ പശ്ചാത്തലം? അത് തുടർന്ന് തൊട്ട് മുമ്പുള്ള 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇന്നലെ വരെ നടത്തിയ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ വഴി നിമിത്തം നിരാശയിലായി പോകുന്ന യഹോവയുടെ ജനം, ഇന്നിൻ്റെ പ്രതിസന്ധിയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് മോശയ്ക്കും ദൈവത്തിനുമെതിരായി പിറുപിറുക്കുന്ന യഹോവയുടെ ജനത്തെ യഹോവ സംഗ്രഹിക്കുന്ന, അവരെ കൊന്നുകളയുന്നതായ ഒരു ഭാഗമാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ഇന്നലെ വരെ നടത്തിയ, ഇന്നലെ വരെ കരുതുന്ന ഈ ദൈവത്തെ മറന്ന് ഇന്നിൻ്റെ പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ ആത്മഹത്യയിലേക്ക് നീ ഓടുന്നുവെങ്കിൽ, ഇന്നിൻ്റെ പ്രതിസന്ധിയിൽ ഡിവോഴ്സിലേക്ക് നീ പോകുന്നുവെങ്കിൽ എവിടെയാണ് നിൻ്റെ ആത്മീയ ബോധമെന്ന് ഇന്ന് ഈ നല്ല സമയത്ത് ചിന്തിക്കുവാൻ നമുക്കിടയായിത്തീരണം. പ്രിയമുള്ളവരെ, തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യഹോവയുടെ വലിയ കൃപകളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയാണ്. ചിന്തിക്കണമേ, എത്രയെത്ര അപകടങ്ങളിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിച്ചിരിക്കുന്നു, എത്ര പ്രയാസങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തിയിരിക്കുന്നു. ആ ദൈവം ഇന്നും നിൻ്റെ അടുത്തുണ്ടെന്നുള്ള ബോധ്യം നിൻ്റെ ഹൃദയത്തിൽ കടന്നു വരണം. 2015 എറണാകുളം ജില്ലയിലെ ഒരു ദേവാലയത്തിൽ നിന്ന് ഒരു വൈദികൻ മുഖാന്തരം ഒരു കുഞ്ഞിനെ കൗൺസിലിങ്ങിന് അയക്കുവാനിടയായി. പ്രിയമുള്ളവരെ, സഭയുടെ കൗൺസിലിംഗ് സെൻ്ററിൽ കുഞ്ഞ് വന്ന് കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ 3 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു കുഞ്ഞ്. പ്രിയമുള്ളവരെ, ആ കുഞ്ഞിനോട് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ കുഞ്ഞ് പറഞ്ഞു, 10 സബ്ജക്റ്റിൽ 9 എണ്ണത്തിന് A+ ഉണ്ട്. ഒരു സബ്ജക്റ്റിന് B ആയി പോയതിൻ്റെ പുറത്ത്, ഒരു സബ്ജക്റ്റിന് മാർക്ക് പ്രതീക്ഷിച്ചതിനാൽ കുറഞ്ഞതിൻ്റെ പുറത്ത് അപ്പനെയും അമ്മയെയും ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ, മാതാപിതാക്കളെയും അധ്യാപകരെയും കാണാനുള്ള ബുദ്ധിമുട്ടിൽ 3 പ്രാവശ്യം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുഞ്ഞിനെയാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, ചിന്തിക്കണം, എവിടെയാണ് നമ്മുടെ യുവജനങ്ങൾ തെറ്റിപ്പോകുന്നത്? നിരാശ എന്ന വലിയ ഘടകം കടന്നു വരുമ്പോൾ, പിശാചിൻ്റെ വലിയ തന്ത്രമായ നിരാശ കടന്നു വരുമ്പോൾ അവിടെ ജീവിതത്തിൻ്റെ വെളിച്ചം കെട്ടുപോവുകയാണ്. വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, 5 അക്ക ശമ്പളവും വലിയ സ്ഥാപനത്തിൽ ജോലിയും സുന്ദരിയായ ഭാര്യയും ദൈവം ദാനമായി തന്ന കുഞ്ഞെല്ലാമുള്ള ഒരു മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞു. തൃശ്ശൂർ പാലക്കാട് റോട്ടിൽ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് തൂങ്ങി മരിച്ച, ആത്മഹത്യ ചെയ്ത മിടുക്കനായ സുന്ദരനായ പയ്യൻ. പ്രിയമുള്ളവരെ, എവിടെയാണ് അവൻ്റെ വെളിച്ചം കെട്ടുപോയതെന്ന് ചിന്തിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ പടലപ്പിണക്കത്തിനിടയിൽ നിരാശ പൂണ്ടുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി ആത്മഹത്യയിലേക്ക് തുനിങ്ങി മാറ്റപ്പെട്ടു പോയ ആ മകനെ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനുള്ള കാരണം, പ്രിയമുള്ളവരെ, നാം നിരാശയുടെ വക്കിലാണെങ്കിൽ നമ്മുടെ വെളിച്ചം കെട്ടുപോകുമെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരണം. കുറേ നാളുകൾക്ക് മുമ്പ് നാസി ഭടന്മാരുടെ വലിയ പീഡനത്തിനെതിരെയായ ഒരു വ്യക്തിയുടെ ആത്മകഥ വായിക്കാനിടയായി. അദ്ദേഹം അവിടെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: വലിയ പീഡനമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. പട്ടിക്ക് കിടക്കാൻ പാത്തിന് മാത്രമുള്ള ഒരു കൂട്ടിൽ 4 കാലിൽ നിൽക്കത്തക്ക രീതിയിൽ ഈ മനുഷ്യന് മുട്ടുകുത്തി നിർത്തിയിരിക്കുക. കഴുത്തിൽ ചങ്ങലയിട്ടിട്ടുണ്ട്, അത് ഭടന്മാരുടെ കയ്യിലിരിക്കുക. പട്ടി എങ്ങനെ കുറയ്ക്കുന്നുവോ അതുപോലെ കുറയ്ക്കണം, പട്ടി എങ്ങനെ ഭക്ഷിക്കുന്നുവോ അതുപോലെ നക്കി വേണം ഭക്ഷിക്കാനായിട്ട്. എല്ലാം പട്ടികൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ട വലിയൊരു ശിക്ഷ നാസി ഭടന്മാർ ഈ മകന് കൊടുത്തിരിക്കുക. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പല സമയത്തും ആത്മഹത്യ ചെയ്യാൻ, പല സമയത്തും ജീവിതം പോകട്ടെ എന്നെല്ലാം ചിന്തിച്ച് കടന്നുപോയ നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ ക്രൂശിതനായി കിടക്കുന്ന ക്രിസ്തുവിനെ കാണുവാനിടയായി. തൻ്റെ ഹൃദയത്തിലൊരു ദർശനം കടന്നു വന്നു. മുൾക്കിരീടം ധരിച്ച് 2 കൈകളും ആണികളാൽ തറയ്ക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ ഓർക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, ആ ഒരൊറ്റ ചിന്തയാണ് എന്നെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാനിടയാക്കി തീർത്തത്. അദ്ദേഹം നാസി ഭടന്മാരിൽ നിന്ന് വിമോചിതനായി അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ ഈ കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. എന്താണ് ഇവരൊക്കെ നമ്മോട് പറയുന്നത്? പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഇട്ടേച്ചു പോകാനല്ല പ്രിയമുള്ളവരെ, മറിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനെ നോക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ആരിലേക്ക് നോക്കണം? ക്രിസ്തുവിലേക്ക് നോക്കുവാൻ ഇടയായിത്തീരണം. പ്രിയമുള്ളവരെ,
നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ നാം ആരിലേക്കാണ് നോക്കുന്നത്? ഈ അടുത്ത കാലത്ത് വളരെ വേണ്ടപ്പെട്ട ഒരു സഹോദരൻ വന്ന് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: കഴിഞ്ഞ 1.5 വർഷമായി സർപ്പപൂജയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാനൊരു മതങ്ങളെയും മാറ്റി നിർത്തുകയല്ല കേട്ടോ, മറിച്ച് ഞാനിവിടെ ഉദ്ദേശിച്ചത്, ജീവനുള്ള ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് നീ അന്യമതങ്ങളുടെ പുറകെ പോകുമ്പോൾ, അന്യ ആചാരങ്ങളുടെ പുറകെ പോകുമ്പോൾ അത് ശാപമായി തീരുമെന്നുള്ളൊരു ബോധ്യം നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരണം. സങ്കീർത്തനത്തിൽ ദാവീദ് 71-ാം സങ്കീർത്തനം 21-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു: യൗവനത്തിൽ നടത്തിയ ദൈവം ഈ വാർദ്ധക്യത്തിലും നടത്തുമെന്ന്. നിന്റെ പ്രയാസങ്ങളിൽ ഇന്നലെ വരെ നടത്തിയ ദൈവം നിന്നെ മുന്നോട്ട് നയിക്കുമെന്നൊരു ബോധ്യം നിന്റെ ഹൃദയത്തിൽ കടന്നു വരണം. നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട് ആകുലപ്പെടാതെ ക്രിസ്തുവിൽ ചാരി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ വന്ന ഒരു കഥ കൂടി പങ്കുവച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുക. അന്നമ്മ എന്നു പേരുള്ള ഒരു സഹോദരി, 9 മക്കൾ അമ്മച്ചിക്കുണ്ട്. അതിൽ 4 പേര് ചെവി കേൾക്കത്തില്ലാത്ത മക്കളാണ്. 3 പേരുണ്ട്, അവരും ഈ അമ്മയുടെയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ്. 9ാമത്തെ കുഞ്ഞുണ്ടായ നിമിഷങ്ങൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ ഭർത്താവ് ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഒരു കുഞ്ഞിക്കൂരയ്ക്കകത്ത് ചൂല് കെട്ടി ജീവിച്ച, അയൽവക്കത്തെ വീടുകളിൽ കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന ഒരമ്മ എങ്ങനെ ഈ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകും? ഞാൻ തന്നെ ചിന്തിച്ചു. ആ കഥ എൻ്റേതായിട്ടൊന്ന് ചിത്രീകരിക്കപ്പെട്ടപ്പോൾ എത്രയോ വട്ടം ഈ ലോകത്തുനിന്ന് മാറ്റിപ്പോകാൻ, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ഒരു പക്ഷേ ഈ അമ്മച്ചി ചിന്തിച്ചിരിക്കാമെന്നൊക്കെ ഞാൻ കരുതി. എന്നാൽ അമ്മയുടെ ചരിത്രം വായിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഈ കുഞ്ഞുങ്ങളെ തൻ്റെ ചങ്കിനോട് ചേർത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരമ്മ. ഈ 2017 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആ സൺഡേ സപ്ലിമെൻറ്റിൽ അത് വായിച്ചപ്പോൾ ആ 5 മക്കൾക്ക് ഗവൺമെൻറ് ജോലി, 3 പേര് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു ജീവിതം അന്നമ്മ എന്ന് പറയുന്ന കോട്ടയക്കാർ അവരമ്മച്ചി ജീവിച്ചു തീർക്കുന്നത് ഇന്ന് കാണുവാനിടയാകുക. ആ അമ്മച്ചി നമ്മോട് പറഞ്ഞത് നിരാശയിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ നിരാശപ്പെട്ട് ഓടിപ്പോകാനല്ല, ആത്മഹത്യയിലേക്ക് തുനിയാനല്ല, ഡിവോഴ്സിന് തിരിയാനല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അതൊരുപക്ഷെ നിൻ്റെ ജീവിത പങ്കാളിയുടെ ദുശീലമാകാം, ഒരുപക്ഷെ നിൻ്റെ മക്കളെ ചൊല്ലിയുള്ള കരച്ചിലുകളാകാം, ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയാകാം. വാട്ട് എവർ ഇറ്റ് ഈസ്, വി നീഡ് ടു ബിലീവ് ജീസസ് ക്രൈസ്റ്റ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയുന്നു: നോട്ട് എവ്രി വൺ ഷുഡ് ഗോ ടു ദ ഹെവൻ ബൈ കോളിംഗ് ലോർഡ് ലോർഡ്, ഹു വിൽ ഡു ദ വിൽ ഓഫ് മൈ ഫാദർ. എൻ്റെ അപ്പൻ്റെ ഇഷ്ടം അത് നിറവേറ്റുന്നവനാണ് സ്വർഗീയമായ രാജ്യം. എന്താണ് അപ്പൻ്റെ ഇഷ്ടമെന്ന് കൂടെ ഞാൻ ചേർത്ത് വെക്കട്ടെ. യോഹന്നാന്റെ രക്ഷാസുവിശേഷം പറയുന്നു: ടു സീ ദ സൺ ആൻഡ് ബിലീവ് ഹിം. ക്രിസ്തുവിലേക്ക് നോക്കി അവനെ വിശ്വസിക്കാൻ ഇടയാകണം. ഇസ്രായേൽ ജനത്തിൻ്റെ കനാൻ യാത്രയിൽ അഗ്നിസർപ്പങ്ങളുടെ ദംശനമേറ്റെങ്കിൽ, മോശ നിർമ്മിച്ച പിച്ചള സർപ്പത്തെ നോക്കി രക്ഷപ്പെടാൻ സാധിച്ചെങ്കിൽ, പുതിയ നിയമത്തിൻ്റെ പിച്ചള സർപ്പമായി നിലനിൽക്കുന്ന ആ ക്രിസ്തുവിലേക്ക് നോക്കി നമ്മെ തന്നെ പുതുക്കുവാൻ, ആകുലപ്പെടാതെ ഭയപ്പെടച്ചിതരാകാതെ നമ്മുടെ കുടുംബത്തെ ആ ക്രൂശിൽ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ക്രൂശിലേക്ക് നോക്കി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സമർപ്പിച്ച് നമുക്കൊരു നിമിഷം കൂടെ ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനായി. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ഞങ്ങളെ അത്യന്തം സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാത്സല്യവാനായ പിതാവാം ദൈവമേ, കർത്താവെ, അനുഗ്രഹീതമായ നിമിഷങ്ങളിൽ നിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, നിരാശയെന്ന വലിയ പാപത്തിൽ നിന്ന് മാറി ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് നോക്കി പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ
നീ ഞങ്ങൾക്ക് നൽകിയ ദൂതനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കെട്ട വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശമാക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് പ്രകാശമാക്കുവാൻ, ഞങ്ങളുടെ പ്രവർത്തന പന്ഥാവിൽ പ്രകാശമാക്കുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ എല്ലാവരും സമർപ്പിക്കുക. ദൈവമേ, കൃപയോടെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രസ്ഥാനങ്ങളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും, പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെയും എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപയോടെ അനുഗ്രഹിക്കണമേ. ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ. Somebody